പാഠം 656 മുറ്റത്തെ മുല്ല. ഹലോ, അതെ ഉണ്ട്. ആരാന്ന് പറയണം? ഓ ശരി, കൊടുക്കാം. മോഹനേട്ടാ, ഫോൺ ഇപ്പൊ വരും. ആരാ? സുരേന്ദ്രനാണെന്ന് പറയാൻ പറഞ്ഞു. ഹലോ. ആ സുരേന്ദ്ര, എന്താണ് കാര്യം? ഇന്നലെ സുരേന്ദ്രൻ ആഫീസ് വന്നപ്പോ ഞാൻ കാര്യങ്ങളൊക്കെ തെളിച്ചു പറഞ്ഞാണല്ലോ. അത് നടക്കില്ല. ആധാരത്തിന്റെ അസൽ ഹാജരാക്കാതെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല. സുരേന്ദ്ര, നിങ്ങൾക്ക് തഹസിൽദാരെയോ ആദ്യോ ഒക്കെ പരിചയം കാണും. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. കൈവശാവകാശ സർട്ടിഫിക്കറ്റ് തരണമെങ്കിൽ വില്ലേജ് ഓഫീസർ തന്നെ വിചാരിക്കണം. മനസ്സിലായോ? എന്താ പ്രശ്നം? ആവശ്യമുള്ള രേഖകൾ ഹാജരാക്കാതെ എങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കും? പറഞ്ഞാ മനസ്സിലാവണ്ടേ? കാര്യം പറഞ്ഞോ പറയാ ആർഡിയോ പരിചയമുണ്ട്. മോഹനേട്ടാ, മോഹനേട്ടൻ എന്തു പറ്റി? രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്ക, എല്ലാത്തിലും ഒരു ഒതുക്കം, മര്യാദ. ഇതെന്തു പറ്റി? അത് എനിക്ക് തോന്നുക. മോഹനേട്ടനെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? നേരം വെളുത്തിട്ട് ഇത്രയും നേരമായിട്ട് മോഹനേട്ടൻ ഒരു വഴക്ക് പോലും ഉണ്ടാക്കാതിരിക്കുന്നത് ആദ്യമായിട്ടാ. എന്നോടൊരു 4 വഴക്കുകൾ ഉണ്ടാക്കേണ്ട സമയം കഴിഞ്ഞു. പോരാത്തന്നെ ഫോണിൽ വിളിക്കുന്നവരുടെ ഭയങ്കര മര്യാദയും. സാധാരണ ഒരാളെ വിളിച്ച് ആരെയും പരിചയമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വിവരം അറിയുന്നതാണല്ലോ. ഇന്ന് അതുമില്ല. എന്തോ കാര്യമായിട്ട് പറ്റിട്ടുണ്ടല്ലോ സാറേ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? നിനക്കൊരു ചായ തരാൻ പറ്റുമോ? മണി 8 കഴിഞ്ഞു. കണ്ടോ, സാധാരണ ചായ താമസിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛൻ പരലോകത്തിരുന്ന് തുമ്മും. ഇന്ന് അതുമില്ല. ഇത്രയ്ക്കൊക്കെ മാറണമെങ്കിൽ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. വാ, ചായ എടുത്തു തരാം. ഞാൻ ചോദിച്ചതിന് മോഹനോട് മറുപടി പറഞ്ഞില്ല. എന്താ പറ്റിയത്? ആ ചോദ്യത്തിനും ഞാൻ സമാധാനം പറഞ്ഞാണല്ലോ. എനിക്കൊന്നും പറ്റിയില്ല. പറയാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ പോരാ മോഹനേട്ടാ. ഈ കള്ള പറയാൻ നിൽക്കുന്നത് എന്തിനാ? ഇന്നലെ വൈകിട്ട് മോഹനേട്ടൻ വന്നപ്പോ മുതലേ ഇങ്ങനെയാ. ഇന്നലെ ഉറങ്ങാൻ കിടന്നപ്പോഴേ ഞാൻ ആലോചിച്ചു എന്തു പറ്റിയെന്ന്. പിന്നെ കരുതി എന്നെ തോന്നലായിരിക്കുന്ന. ഇത് പക്ഷെ തോന്നലല്ല. ഇതും കൂടി ആയപ്പോ എനിക്ക് ഉറപ്പായി എന്തോ കുഴപ്പമുണ്ടെന്ന്. ഇന്നലെ ആഫീസിൽ എന്താ ഉണ്ടായത്? കണ്ടോ, അപ്പൊ അത് തന്നെ കാര്യം. ഇന്നലെ ആഫീസിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് പറ മോഹനേട്ടാ. ഇന്നലെ ആഫീസിൽ കുറെ പേര് വന്നു. 10-20 പേർക്ക് കരമടച്ചു. 5-6 പേർക്ക് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുത്തു. പോക്കുവരവുള്ള 2 അപേക്ഷ കിട്ടി. പിന്നെ വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, അങ്ങനെ കുറെ അപേക്ഷകൾ. അത്രയൊക്കെ സംഭവിച്ചിട്ടുള്ളൂ. മോഹനേട്ടൻ എന്താ ആളെ കളിയേക്ക്? ഇതൊന്നും അല്ല ഞാൻ ചോദിച്ചത്. ചായയില് പഞ്ചസാര കൂടുതലായിരുന്നു. ഇത്രയും മധുരം വേണ്ട. ഇതൊന്തൊരു മധുര. മോഹനേട്ടൻ ഇതെങ്ങനെ കുടിച്ചു? മോഹനേട്ടാ, കുറച്ച് നേരമായിട്ട് ഞാൻ മോഹനോട് ചോദിക്കുക, മോഹനേട്ടൻ എന്താ പറ്റിയെന്ന്. ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഇനി ഒഴിയാൻ നോക്കല്ലേ. ആ ചായ ഞാൻ കുടിച്ചു നോക്കി. അത്രയും മധുരമുള്ളൊരു ചായ കിട്ടിയിട്ടുണ്ടെങ്കിൽ മഹാത്മാഗാന്ധി പോലെ ദേഷ്യപ്പെടും.
എന്നിട്ട് മോഹനേട്ടൻ ഒന്നും പറയാതിരുന്നത്? അത് കൊള്ളാം. ആ ചായയില് നീ മനഃപൂർവ്വം പഞ്ചസാര കൂട്ടിയിട്ടൊന്നുമല്ലല്ലോ. ഒരബദ്ധം പറ്റി. അങ്ങനെ ഒരു അബദ്ധം പറ്റുമ്പോ ദേഷ്യപ്പെടുന്നത് ശരിയാണോ? മോഹനേട്ടാ, എന്റെ പ്രശ്നം ശരിയും തെറ്റുമല്ല. മോഹനേട്ടന് എന്നോട് പെരുമാറുന്ന ഒരു രീതിയുണ്ട്. അത് പെട്ടെന്ന് മാറിയതിന്റെ കാരണമാണ് എനിക്കറിയേണ്ടത്. നീ എന്താ ഭാമി പറയുന്നത്? ഞാൻ ദേഷ്യപ്പെടാതെ മര്യാദയ്ക്ക് പെരുമാറുന്നതാണോ ഇപ്പോഴത്തെ പ്രശ്നം? ഇതാ കുഴപ്പം. മോഹനേഷ് എന്ത് ചെയ്താലും അത് കുറ്റ എന്ന് ഞാൻ പറഞ്ഞു മോഹനേട്ടാ. പക്ഷെ ഇന്നലെ വരെ പെരുമാറിക്കൊണ്ടിരുന്ന രീതി ഒരാളെ പെട്ടെന്ന് മാറ്റണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. എന്റെ അറിവിൽ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ പിന്നെ ആഫീസ് വെച്ച് നടന്ന എന്തോ ഒരു കാര്യമാണ്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. മോഹനേട്ടാ ഒന്ന് പറ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഈ താലൂക്ക് ഓഫീസില് പുതിയൊരു അഡീഷണൽ തഹസിൽദാർ വന്നിട്ടുണ്ട്, നകുലൻ സാർ. പുതിയ റോഡിനുള്ള സ്ഥലം എടുക്കാൻ സർക്കാർ പ്രത്യേകം നിയോഗിച്ച ആളാ നകുലൻ സാർ. അതുകൊണ്ട് ആള് മാന്യനാണ്, സത്യസന്ധനാണ്. ഒരു രൂപ പോലും കൈക്കൂലി വാങ്ങില്ല. കൃത്യനിഷ്ഠയാണെങ്കിൽ അങ്ങേയറ്റം. മോഹനേട്ടനെ പോലെ തന്നെ. എന്നെ പോലെ തന്നെയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്നെ ഇഷ്ടമില്ലാത്ത പലർക്കും നകുലൻ സാറിനെ ഇഷ്ടാ. എന്റെ പെരുമാറ്റം മോശമാണത്ര. എന്നാര് പറഞ്ഞു? ഇന്നലെ ഞാൻ ആഫീസ് ചെല്ലുമ്പോ അതായിരുന്നു ചർച്ച. ഹലോ, അതെ സ്വയംപ്രഭയാണ്. ആ നകുലൻ സാറോ? ഇതെവിടുന്നാ വിളിക്കുന്നത്? അതെയോ, ഇത്ര നേരത്തെ ഓഫീസിലെത്തിയോ? സാധാരണ വലിയ ആളുകളൊന്നും ഇത്ര കൃത്യസമയത്ത് ഓഫീസിൽ വരാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഇല്ല, മോഹനേഷ് സാർ വന്നില്ല. സാറിന്ന് പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. തഹസിൽദാർ പറഞ്ഞ എന്തോ പ്രശ്നമായിട്ട് പോയതാ. ശരി സാർ, പറയാം സാർ വരുമ്പോ. ശരി. അയ്യോ അങ്ങനെയൊന്നും ഇല്ല സാർ, സുഖമായിട്ട് പോകുന്നു. ശരി സാർ. ആരാണെന്ന് മനസ്സിലായോ കാഞ്ചന സാറിന്? പിന്നെ അഡീഷണൽ തഹസിൽദാർ നകുലൻ സാറല്ലേ? എന്തോ അത്യാവശ്യ കാര്യത്തിന് മോഹനേഷ് സാറിനെ വിളിച്ചതാ. എന്തായാലും പ്രൊഫസർ ഫോണിൽ കൂടെ പറഞ്ഞ ഒരു കാര്യം അന്യായി പോയി. വലിയ വലിയ ആളുകളൊക്കെ കൃത്യസമയത്ത് ആഫീസിൽ വരാറില്ല എന്ന് പറഞ്ഞതേ നമ്മുടെ മോഹനേഷ് സാർ എന്നെങ്കിലും ഒരു ദിവസം വൈകിട്ടുണ്ടോ? മോഹനേഷ് സാർ വെറും വില്ലേജ് ഓഫീസർ അല്ലേ? അതുപോലെയാണോ നകുലൻ സാറ്? നകുലൻ സാറേ അഡീഷണൽ തഹസിൽദാർ അല്ലേ? പറഞ്ഞു വരുമ്പോ നമ്മുടെ മോഹനേഷ് സാറിന്റെ അതേ സ്വഭാവം. കൈക്കൂലി വാങ്ങില്ല, കൃത്യനിഷ്ഠയിൽ കടുകട്ടി, ജോലി എന്ന് പറഞ്ഞാൽ ചാകും. നകുലൻ സാറിനെ പോലൊരാള് നമ്മുടെ താലൂക്ക് ഓഫീസിൽ ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ മോഹനേഷ് സാറിനെ പോലെ എന്ന് പറയണ്ട. എങ്ങനെയൊക്കെ നോക്കിയാലും മോഹനേഷ് സാറിനേക്കാളും നല്ലത് നകുലൻ സാർ തന്നെയാ. അതേത് കണക്കിൽ? മോഹനേഷ് സാറിന് എന്താ കുഴപ്പം? വേറെ കുഴപ്പമൊന്നുമില്ല, മനുഷ്യരോട് പെരുമാറാൻ അറിയില്ല എന്നുള്ള ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ. ഈ ഓഫീസ് ശരിക്കും വില്ലേജ് ഓഫീസാണോ പട്ടാള ക്യാമ്പാണോ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എന്തൊക്കെ ചിട്ടയ നിയമങ്ങളാ. ജോലി ചെയ്യുമ്പോ മിണ്ടരുത്, ചിരിക്കരുത്, ശ്വാസം വലിക്കരുത്, ഇടം വല്ല നോക്കാതെ ജോലി ചെയ്തോണം. ഇതൊക്കെ സഹിക്കുന്നതിന്റെ പാടേ ശിശുപാലൻ ചേട്ടൻ അറിയാവുന്നുള്ളല്ലേ? അത് വാസ്തവം. ഇടയ്ക്കൊരു തമാശ പറയാനോ വീട്ടിലേക്കൊന്ന് ഫോൺ വിളിക്കാനോ നോക്കിയാ ഉടനെ വരും ചട്ടവും നിയമം പറഞ്ഞോണ്ട്. അതെങ്ങനെയാ? മനുഷ്യർക്കല്ലേ തമാശ പറയാനും ചിരിക്കാനൊക്കെ പറ്റൂ. മോഹനേഷ് സാർ ഒരു കാണ്ടാമൃഗമല്ലേ, അപ്പൊ തമാശയും വേണ്ട, ചിരിയും വേണ്ട. കേട്ടോ കാഞ്ചന സാറേ, കഴിഞ്ഞ ആഴ്ച നകുലൻ സാറ് ചാർജ് എടുത്തതിന്റെ പിറ്റേ ദിവസം ഞാൻ താലൂക്ക് ഓഫീസിൽ പോയിരുന്നു. അന്ന് ആളെ ഞാൻ കാണുന്നത് വലിയ തഹസിൽദാർ എന്നുള്ള ഭാവമേ ഇല്ല. ചിരിയും കളിയും തമാശയും. എനിക്ക് ഓഫീസിലേക്ക് ഒരു ചായ വരുത്തി തരുകയും ചെയ്തു. ഇവിടത്തെ കാട്ടുമാർക്ക് അങ്ങനെ വല്ലതും ചെയ്യൂ? ഒരു ചായക്ക് രൂപ 8 കൊടുക്കണം. മോഹനേഷ് സാറ് ചായ വാങ്ങി തന്നത് തന്നെ. മെനഞ്ഞാന്ന് ആ ടൗണിലെ ബസ് സ്റ്റോപ്പിൽ ഞാൻ ബസ് കാത്തിരിക്കുന്നു. ഭയങ്കര മഴയായതുകൊണ്ട് ഞാൻ സ്കൂട്ടി എടുത്തില്ല. അപ്പോഴാ നകുലൻ സാറ് കാറിൽ അവിടെ വന്നത്. വീട്ടിലേക്കാണെങ്കിൽ കയറിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ കയറി. സാറിന്റെ വീട്ടിലേക്ക് തിരിയുന്നിടത്തുനിന്ന് ഒരു 5-6 കിലോമീറ്റർ അപ്പുറമാണ് എന്റെ വീട്. സാർ എന്നെ വീട് വരെ കൊണ്ടാക്കി.
അത് മാത്രോ രാത്രി എന്നെ ഫോൺ ചെയ്ത് പറയാണ് ഈ മഴക്കാലത്ത് സ്കൂട്ടറൊന്നും എടുക്കണ്ട, അപകടം വല്ലതും പറ്റുമോന്ന്. ഒരു കീഴുദ്യോഗസ്ഥരുടെ കാര്യത്തിൽ ഇത്രയും വലിയ ശ്രദ്ധ നമ്മുടെ വില്ലേജ് ഓഫീസർ കാണിക്കും. നടന്നത് തന്നെ. ഇവിടെ മുഖാമുഖം കണ്ട വിശേഷം ചോദിക്കാത്ത ആളാ ഫോൺ വിളിക്കാൻ പോകുന്നത്. കേട്ടോ ശശിപാലൻ ചേട്ടാ, കൈക്കൂലി വാങ്ങാതിരുന്നോണ്ടോ കള്ളു കുടിക്കാതിരുന്നോണ്ടോ അലക്കി തേച്ച ഷർട്ടും മുണ്ടും ഇട്ടുകൊണ്ടോ ഒരാളും മാന്യനാവണില്ല. മാന്യനാകണമെങ്കിൽ പെരുമാറാൻ പഠിക്കണം, പ്രത്യേകിച്ച് സ്ത്രീകളോട്. അതെ, അത് നമ്മുടെ വില്ലേജ് ഓഫീസർക്ക് അറിയില്ലല്ലോ. അല്ല, ഞാൻ വെറുതെ സാറിന്റെ എല്ലാം കേട്ടു. 2 മിനിറ്റായി ഞാൻ പുറത്തു വന്നിട്ട്. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല സാർ. മനസ്സിലായി. ഇനി സ്വയംപ്രഭ ഒന്നും വിശദീകരിക്കണ്ട. നകുലൻ സാർ വിളിച്ചിരുന്നു. സാറിനോടൊന്ന് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. പറഞ്ഞത് മുഴുവൻ സാറ് കേട്ടു. ചേട്ടെങ്കിൽ നന്നായിപ്പോയി. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? അതിന്റെ പേരിലാണ് മോഹനേട്ടൻ ഒറ്റയടിക്ക് മര്യാദക്കാരനായത്. എന്റെ മോഹനേട്ട ഓരോ മനുഷ്യർ പെരുമാറുന്ന ഓരോ രീതിയിലല്ലേ. ഈ സ്വയംപ്രഭ പറയുന്ന കേട്ട് നിന്ന് നിപ്പി സ്വഭാവം മാറ്റാൻ മോഹനേട്ടനെ കൊണ്ട് പറ്റുമോ? ഇത്രയും കാലം സത്യസന്ധമായി പെരുമാറിയിട്ടും കൃത്യനിഷ്ഠ പാലിച്ചിട്ടൊന്നും എന്നെപ്പറ്റി അവരാരും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. വന്നിട്ട് ഒരാഴ്ച ആയപ്പോഴേക്കും നകുലൻ സാർ എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളായി. അപ്പൊ എന്റെ സ്വഭാവത്തിനാണല്ലോ കുഴപ്പം. ശരി, ഞാൻ മാറിക്കളയാം. എന്തിനാ എല്ലാവരുടെയും ശത്രുത വെറുതെ വാങ്ങിക്കുന്നത്? ഞാൻ ഇറങ്ങുന്നു. ഹലോ, അതെ ഉത്തമനാണ്. സേതുരാമ സാറിനെ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ ഇരിക്കായിരുന്നു. സാറേ, സാറിന്റെ പെർമിറ്റ് ശരിയാക്കിയിട്ടുണ്ടേ. ആരെങ്കിലും പഞ്ചായത്ത് ഓഫീസിലോട്ടൊന്ന് വിട്ടാ മതി. ഓ ശരി 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 ശരി. ഓ മോനേട് സാറാണല്ലോ. നമസ്കാരം. രാവിലെ 1-2 അത്യാവശ്യ കാര്യങ്ങളുണ്ട് സാറേ. ബ്ലോക്ക് ഓഫീസിലോട്ടൊന്ന് പോകണം. പിന്നെ ഒരു സ്ഥലത്തിന്റെ കച്ചവടം ഉണ്ട്. പിന്നെ വക്കീലിനെ കണ്ടിട്ട് ദാമോദര സാറിന്റെ കേസിന്റെ കാര്യം ഒന്ന് പറയണം. വക്കീല് വീട്ടിലില്ലേ സാറേ? ഉണ്ട്. ഓ ശരി. പിന്നെ സാറേ, ഒരു സംഭവം പറഞ്ഞു. സ്വയംപ്രഭ സാർ വിളിച്ചില്ലായിരുന്നു? എന്തിനാ? ഇന്നലെ രാത്രി ഭയങ്കര പുകിലല്ലായിരുന്നു? സ്വയംപ്രഭ സാറിന്റെ അമ്മാവനും അനിയനും കൂടി ഭയങ്കര പുകിലായിരുന്നു. എവിടെ? അപ്പൊ സാറൊന്നും അറിഞ്ഞില്ലേ? ഞാൻ കരുതി ശിശുപാല സാറിന്റെ അടുത്ത് പറഞ്ഞു കാണുമെന്ന്. കാര്യം എന്താണെന്ന് പറയുമോ? സാറേ, താലൂക്ക് ഓഫീസിൽ പുതുതായിട്ട് ചാർജ് എടുത്ത അഡീഷണൽ തഹസീൽദാർ നകുല സാറ് എന്റെ വീടിന്റെ അടുത്താണല്ലോ താമസം. ആള് പുറമേ വലിയ മാന്യനാണെങ്കിലും കയ്യിരിപ്പ് അത്ര ശരിയല്ല. റോഡിലൂടെ ഏത് പെണ്ണ് പോയാലും ഒരുമാതിരി ചിരിയും ചിരിച്ച് കൊഞ്ചി കുഴഞ്ഞി അങ്ങ് ചെല്ലും. പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇന്നലെ രാത്രി കക്ഷി സ്വയംപ്രഭ സാറിന്റെ മൊബൈലിൽ എന്തോ ഒരു മെസ്സേജ് അയച്ചു. സംഗതി പുറത്ത് പറയാൻ പാടില്ലാത്തതായിരുന്നു. ആദ്യം ഒന്ന് സ്വയംപ്രഭ സാർ മൈൻഡ് ചെയ്തില്ല. പിന്നെ മെസ്സേജുകളുടെ എണ്ണം അങ്ങ് കൂടി. അശ്ലീലത്തിന്റെ ഡോസ് കൂടിയപ്പോ സ്വയംപ്രഭ സാർ അനിയനോട് കാര്യം പറഞ്ഞു. ആ ചെറുക്ക അമ്മാവനെ കൂട്ടി രാത്രി തന്നെ നകുല സാറിന്റെ വീട്ടിലോട് ചെന്നു. പിന്നെ ചീത്തവിളിയും ബഹളവും. മേലിൽ മെസ്സേജ് അയച്ചാൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത്. കാഴ്ചയിലും സംസാരത്തിലൊക്കെ എന്തു മാന്യേ. പക്ഷെ കയ്യിലിരിപ്പ് ദാ ഇതും. ഇത്തരം ഞരമ്പ് രോഗികളെ നമ്മൾ ആണുങ്ങളെ വില കളയുന്നത് ഇല്ലേ സാറേ? എന്നാലും നകുലൻ സാർ ഇങ്ങനെ ഒരാളാണെന്ന് ഞാൻ കരുതിയില്ല. കണ്ടാൽ എന്താ കുഴപ്പം? മാന്യൻ, യോഗ്യൻ, പക്ഷെ കൈരിജിപ്പതാണല്ലോ.
ആ മെസ്സേജ് കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി കാഞ്ഞില്ല സാറേ. അയാളെ കണ്ടപ്പോ ഒന്ന് ചിരിച്ചതുകൊണ്ടും കാറിലൊന്ന് കയറിയതുകൊണ്ടും അയാൾ എന്താ കരുതിയത്? ഇങ്ങനെയൊന്നും അല്ലല്ലോ സ്വയംപ്രഭ സാർ ഇന്നലെ പറഞ്ഞത്. ഇത്രയും നല്ലൊരു മനുഷ്യനില്ല. താലൂക്ക് ഓഫീസിൽ ചെന്നപ്പോ ചായ വാങ്ങിച്ചു തന്നു, മഴ നനയാതെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു, രാത്രി ഫോണിൽ വിളിച്ച് മഴ നനയരുത് എന്ന് ഉപദേശിച്ചു. നകുലൻ സാറിനെ പറ്റി പറയുമ്പോ പ്രൊഫസാറിന്റെ നാവിന്ന് തേനൊഴുകുക. അതിപ്പോ പ്രഭയെ കുറ്റം പറഞ്ഞിട്ട് കാര്യം എന്താ ശിശുപാലൻ ചേട്ടാ? പ്രഭയുടെ സ്ഥാനത്ത് ഞാനായില്ല അങ്ങനെയൊക്കെ വിശ്വസിച്ചു പോയേനെ. നമ്മുടെ മേലുദ്യോഗസ്ഥന്മാർ വളരെ സ്നേഹത്തോടെ നമ്മളോട് പെരുമാറുമ്പോൾ നമ്മൾ വിശ്വസിച്ചു പോകും. നിങ്ങളൊക്കെ ഇവിടെ ജോലി ചെയ്യാൻ വന്നിട്ട് കുറെ വർഷങ്ങളായില്ലേ? ഇതുവരെ ഇങ്ങനെ എന്തെങ്കിലും ഒരു മോശമായ വാക്ക് മോഹനേഷ സാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? സാറ് ചിലപ്പോ ദേഷ്യപ്പെടുമായിരിക്കും, ഉറക്കെ സംസാരിക്കുമായിരിക്കും, കാര്യമായി ചിരിക്കുകയോ കളി പറയാൻ കൂടുകയോ ചെയ്യില്ല. കയ്യിൽ നിന്ന് 10 പൈസ മുടക്കി ഒരു ചായ വാങ്ങി തരികയില്ല. അതൊക്കെ ശരിയാ. പക്ഷേ ജീവിതത്തിൽ ഇതേവരെ ഒരു സ്ത്രീയോടെങ്കിലും അപമര്യാദയായി പെരുമാറി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മറ്റേ സംസാരം വിട്. ഒരു നോട്ടത്തിൽ പോലും സാറ് പരിധി വിട്ടിട്ടുണ്ടോ? പല ഓഫീസുകളിലും മേലധികാരികളുടെ പീഡനം സഹിക്കുന്ന സ്ത്രീകളുണ്ട്. ചിലര് പ്രതികരിക്കും, ചിലര് ഗതികേട് കൊണ്ട് സഹിക്കും. ഇവിടെ നിങ്ങൾക്ക് അതൊന്നും വേണ്ടി വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ മോഹനേഷ സാറിന് ഒരു വിലയില്ലാതായിപ്പോയി. സാറിന് കാണ്ടാമൃഗത്തിന്റെ സ്വഭാവമാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ആയിരിക്കും. പക്ഷേ ആ കാണ്ടാമൃഗം ഒരു സ്ത്രീയുടെ മാനത്തിന് വില പറയില്ല. അതെനിക്ക് ഉറപ്പാണ്. സാർ, ഞാൻ സാറിനെ പറ്റി അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. തെറ്റുപറ്റിപ്പോയി. ഒരു മേലധികാരിയുടെ ഭാഗത്തു നിന്നും വളരെ സ്നേഹവും അടുപ്പവുമുള്ള പെരുമാറ്റം കണ്ടപ്പോ വിശ്വസിച്ചു പോയി. നകുലൻ സാർ ഇത്രക്കാരനാണെന്ന് അറിയില്ലായിരുന്നു. സാരമില്ല. തെറ്റ് സ്വയംപ്രഭയുടെ മാത്രമല്ല, എന്റെയും കൂടിയാ. ഞാന് നിങ്ങളോട് കുറച്ചുകൂടി സ്നേഹത്തോടും അടുപ്പത്തോടൊക്കെ പെരുമാറുന്നെങ്കിൽ നിങ്ങൾ എന്നെ പറ്റി കാണ്ടാമൃഗമൊന്നും കാട്ടുപോത്തൊന്നും പറയില്ലായിരുന്നു. എന്തിയാ, ഒന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. എനിക്കിങ്ങനെയൊക്കെ പെരുമാറാൻ അറിയോ? അത് സ്നേഹമില്ലാത്തോണ്ടൊന്നുമല്ല, ഒരു ശീലമായിപ്പോയി. അത് മാറ്റാൻ അങ്ങോട്ട് പറ്റുന്നില്ല. പാവം സാറിന് വലിയ വിഷമമായി. ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് ഈ പാവത്തിന് ഇനി നിങ്ങൾ ചീത്ത പറയില്ല. ദൈവദോഷം കിട്ടും. ഇവിടെ ഉണ്ടായിരുന്നോ? എത്ര നേരമായി അതിനെ വിളിക്കുന്നു? ഒരു പ്രാവശ്യമല്ലേ വിളിച്ചുള്ളൂ. എന്താ മോനട്ടാ? ഇതെന്താ കിടക്കുന്നത്? എന്താണ്? കണ്ടോ? അല്ല, ഇതെങ്ങനെയാ പറഞ്ഞത്? കൊള്ളാം. രാവിലെ മുതൽ ഈ നിമിഷം വരെ നീ ഇവിടെ ഉണ്ടായിരുന്നു, എന്നിട്ട് നീ ഇത് കണ്ടില്ല. ഞാൻ ഓഫീസിൽ നിന്ന് വന്ന് കയറി ഉടനെ ഇത് കണ്ടു. നിനക്കൊന്ന് ശ്രദ്ധിക്കാൻ നേരമില്ല. ഇവിടെ പിന്നെ എന്താ ജോലി? ഇതിന് മോഹനേട്ടൻ എങ്ങനെ ദേഷ്യപ്പെടാൻ എന്തിരിക്കുന്നു? എങ്ങനെ ദേഷ്യപ്പെടായിരിക്കും?
സ്വന്തം വീട്ടുമുറ്റത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് നീ ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞ എന്റെ ശ്രദ്ധയില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കുന്നത് കഷ്ടമാണ്. പണ്ട് തൊട്ടേ ഞാൻ പറയുന്നതാ വീട്ടുകാരെ നോക്കാതെ ഇങ്ങനെ സ്വപ്നം കണ്ട് നടക്കരുത് എന്ന്. പക്ഷെ നിന്നോട് എത്ര പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വമില്ല. ഇല്ല കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ നീ എനിക്കൊരു ചായ ഉണ്ടാക്കി തന്നല്ലോ. എന്തായിരുന്നു മധുരം. അത്രയും പഞ്ചസാര ഒരു ചായയിലിട്ടാൽ ഈ കുടുംബം മുടിയോല്ലേ? എനിക്ക് പ്രമേഹം വന്ന ആര് സമാധാനം പറയും? ഞാനെന്തായാലും പറയൂലേ, എനിക്ക് വേറെ ജോലിയുണ്ടല്ലോ. അപ്പോഴും ധിക്കാരം. ഭർത്താവിനോട് ഒരു ഭാര്യ സംസാരിക്കേണ്ടത് ഇങ്ങനെയാണോ? വന്ന് നിനക്ക് എന്നെ ഒരു ബഹുമാനമില്ലതായി. എനിക്കെന്തിനാ ബഹുമാനം? വില്ലേജ് ഓഫീസിലുള്ളവർക്കൊക്കെ ഭയങ്കര ബഹുമാനമാണല്ലോ. ഒക്കെ ഞാൻ അറിഞ്ഞു. സ്വയംപ്രഭയ്ക്ക് നകുലൻ സാറ് മെസ്സേജ് അയച്ച കാര്യം ഉത്തമൻ പറഞ്ഞു. സ്വയംപ്രഭ മോഹനേട്ടനോട് ക്ഷമ പറഞ്ഞ കാര്യം ശിശുപാലൻ ചേട്ടനും പറഞ്ഞു. ആഫീസിലെ പഴയ വില തിരിച്ചു കിട്ടിയപ്പോ വില്ലേജ് ഓഫീസിൽ കയറി അഹങ്കാരിയായതല്ലേ. രാവിലെ പൂച്ചയെ പോലെ ഇരുന്നയാള് ദായിപ്പോ പുലിയെ പോലെയായി. പക്ഷേ ആ വേഷക്കെട്ടല് എന്റെ അടുത്ത് വേണ്ട. ഒരുപാട് കളിച്ചിട്ടുണ്ടെങ്കിലേ വില്ലേജ് വിവരം അറിയും. ആരെങ്കിലും പറഞ്ഞിട്ട് സ്വഭാവം ഒന്ന് മാറ്റാൻ പോണത്? അതുകൊണ്ട് പഴയതുപോലെ നായി നോക്കിയതാ. വന്നു കയറിയപ്പോ വേറെ കാരണമൊന്നും കാണാത്തോണ്ട് ഞാൻ തന്നെ ഈ പൂച്ചട്ടി തല്ലി താഴിട്ടത്. ജീവനൊന്ന് തിരിച്ചു കിട്ടിയപ്പോഴേക്ക് എന്റെ അടുത്ത് ഗുസ്തി പിടിക്കാൻ വരുന്നോ? രാവിലത്തെ പോലത്തെ ഒരു ചായ എടുക്കട്ടെ, നല്ല മധുരത്തില്. ചായയിൽ അധികം മധുരം വേണ്ട. പ്രമേഹം വന്നാലോ? ചായയിൽ എന്തിനാ മധുരം? എന്റെ മോഹനേട്ടന്റെ സ്വഭാവത്തിൽ നിറയെ പഞ്ചസാര ഉണ്ടല്ലോ. മോഹനകൃഷ്ണൻ എടുത്തുചാട്ടക്കാരനും മുൻകോപിയും വാശിക്കാരനും മർക്കടമുഷ്ടിക്കാരനും ഒക്കെ ആയിരിക്കും. പക്ഷെ ഒരു സ്ത്രീയോട് അപമര്യാദയായി അയാൾ പെരുമാറില്ലെന്ന് ഉറപ്പാണ്. ഇന്നത്തേക്ക് വിട.